പോലീസിന് അതിരാവിലെ തന്നെ വിളി വന്നിരിക്കുന്നു. പുത്തൻപുരയിൽ ബാലൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ബാലൻ, നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവൻ, ഒരു പാവം മൃഗസ്നേഹി, പുസ്തകങ്ങളെ മാത്രം പ്രണയിച്ചവൻ, എല്ലാത്തിനുമുപരി ഒരു മനുഷ്യസ്നേഹി. അങ്ങനെയുള്ള മനുഷ്യൻ ഇന്ന് ഒരു മുഴം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു. അവിടെ കൂടിയ ആളുകളെല്ലാം ഒരുപോലെ അമ്പരന്ന് നിൽക്കുന്നു. എന്തിനാണ് ബാലൻ ഈ കടുംകൈ ചെയ്തത്? ബാലനെ സ്നേഹിച്ച ഓരോ ആളുകളുടെയും മനസ്സിൽ ഈ ചോദ്യം ഉയർന്നുകൊണ്ടേയിരുന്നു. നമുക്ക് ബാലന്റെ കഥയിൽ നിന്ന് തുടങ്ങാം. ബാലൻ ഒരു പുസ്തകപ്പുഴുവായിരുന്നു. അവിവാഹിതൻ, 42 വയസ്സ്. വീട്ടിൽ ബാലൻ തനിച്ചാണ് താമസം. ബാലന് കൂട്ടായി കുറച്ച് പക്ഷിമൃഗാദികളും കൂടെയുണ്ട്. എന്നും വൈകുന്നേരം ബാലൻ ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു. നാട്ടിൽ ഒരു ലൈബ്രറി വരാൻ മുൻകൈ എടുത്തതും ബാലൻ തന്നെയായിരുന്നു. ബാലൻ വായിച്ചു തീർന്ന പുസ്തകങ്ങളെല്ലാം ലൈബ്രറിക്ക് ബാലൻ സംഭാവനയും കൊടുത്തിട്ടുണ്ട്. ലൈബ്രറിയിൽ നിന്ന് മടങ്ങി വരുന്ന സമയം ശശിച്ചേട്ടൻ്റെ ചായക്കടയിലിരുന്ന് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ബാലൻ നേരെ വീട്ടിൽ പോകാറുള്ളത്. ബാലന് 3 വയസ്സുള്ളപ്പോൾ തന്നെ ബാലൻ്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു. പിന്നെ ബാലൻ്റെ അമ്മയാണ് ബാലനെ വളർത്തിയത്. അത്യാവശ്യം വസ്തുവും വീടും അതിൽ നിന്ന് ആദായവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബാലനും അമ്മയ്ക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. വേറെ ബന്ധുക്കളൊന്നും ബാലനും അമ്മയ്ക്കും ഇല്ല. അവർ വളരെ സന്തോഷമായി തന്നെ ആ വീട്ടിൽ കഴിഞ്ഞു വന്നു. ബാലന്റെ പഠനം സ്വന്തം നാട്ടിൽ ഒരു സർക്കാർ സ്കൂളിലായിരുന്നു. മനോഹരമായ സ്കൂൾ, നല്ല സുഹൃത്തുക്കൾ, നല്ല അധ്യാപകർ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാലന് ആദ്യമായിട്ട് ഒരു പെൺകുട്ടി പ്രണയലേഖനം കൊടുക്കുന്നത്. മേരി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അതിമനോഹരമായ കൈയക്ഷരം, മനോഹരമായ വാചകങ്ങൾ. ആ കുട്ടിയുടെ ഓരോ വാചകത്തിലും ബാലനോടുള്ള പ്രണയം തുളുമ്പി നിൽക്കുന്നു. ആ കൈയക്ഷരങ്ങളും ആ വാചകങ്ങളും ബാലന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു. അതോടൊപ്പം മേരി എന്ന ആ പെൺകുട്ടിയെ. രണ്ടുപേരും പ്രണയത്തിലായി. രണ്ടുപേരും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രീ ഡിഗ്രിയും ഒരേ കോളേജിൽ ചേർന്നു. ശേഷം കോളേജിലും ഒരേ സ്ഥലത്ത് തന്നെ. രണ്ടുപേരും അകലാൻ കഴിയാത്ത വിധം പ്രണയത്തിലായി. ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് മേരിക്ക് മേരിയുടെ വീട്ടിൽ വിവാഹം ആലോചനകൾ തുടങ്ങിയത്. രണ്ടുപേരും വലിയ വിഷമത്തിലായി. കാരണം മതം തന്നെയായിരുന്നു. ബാലൻ ഒരു ഹിന്ദു യുവാവും മേരി ഒരു ക്രിസ്ത്യാനി യുവതിയുമായിരുന്നു. മേരി ബാലനോട് പറഞ്ഞു തൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കണമെന്ന്. അതുപ്രകാരം ബാലൻ തൻ്റെ അമ്മയുമായി മേരിയുടെ വീട്ടിലേക്ക് പോയി സംസാരിച്ചു. പക്ഷേ മേരിയുടെ വീട്ടുകാർ ഒരു വിധത്തിലും അത് സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. ബാലന്റെ അമ്മ മേരിയുടെ വീട്ടുകാരോട് കാലു പിടിക്കുന്ന വിധത്തിൽ അപേക്ഷിച്ചു. പക്ഷെ അവർ സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. അതിനുശേഷം മേരിക്ക് സ്വന്തം അച്ഛനോടും അമ്മയോടും ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കേണ്ടി വന്നു. അവർ മേരിയെ അപ്പോൾ തന്നെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടു. എന്നിട്ട് ബാലനോടും അമ്മയോടും വളരെ പരുഷമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ബാലന്റെ അമ്മയുടെ മനസ്സിൽ അത് വലിയ മുറിവാണ് ഉണ്ടാക്കിയത്. രണ്ടുപേരും മടങ്ങി വരുന്ന വഴിക്ക് അമ്മ ബോധം കെട്ട് വീഴുകയും ചെയ്തു. ഹോസ്പിറ്റലിലെത്തിയ ബാലനും അമ്മയും അന്ന് ഒരു ദുഃഖവാർത്ത അറിഞ്ഞു. അമ്മയ്ക്ക് ക്യാൻസറിൻ്റെ 2ാം ഘട്ടമാണെന്ന്. അമ്മയുടെ ചികിത്സ നടക്കുന്നു. ദിവസം കഴിയുന്തോറും അസുഖം വഷളായി വരുന്നു. അമ്മയുടെ അസുഖവും ഹോസ്പിറ്റൽ പോക്കും കാരണം മേരിയുടെ കാര്യം കുറച്ചുനാൾ ബാലന് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ദുരന്ത വാർത്ത ബാലൻ കേൾക്കുന്നത്. മേരി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ വാർത്ത കേട്ട നിമിഷം എന്ത് ചെയ്യണം എന്ന് ബാലന് ഒരു രൂപവും കിട്ടിയിരുന്നില്ല. ബാലന് സ്വാഭാവികമായും തൻ്റെ മനസ്സിൽ തോന്നി, താൻ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഞാനും മരിക്കാം. ആ ഒരു നിമിഷം തൻ്റെ മുറിയുടെ ഉത്തരത്തിൽ ഒരു കയറ് കെട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ബാലൻ്റെ മനസ്സിൽ ഒരാളുടെ മുഖം ഓടി വന്നു. തൻ്റെ അമ്മയുടെ. താൻ മരിച്ചു കഴിഞ്ഞാൽ അസുഖക്കാരിയായ തൻ്റെ അമ്മ എന്തു ചെയ്യും? അമ്മയുടെ ഈ അവസ്ഥയിൽ താൻ കൂടെ ഇല്ലെങ്കിൽ അമ്മ ഉറപ്പായും നരകയാതന അനുഭവിച്ച് തന്നെ മരിക്കും. ബാലൻ്റെ ഈ തിരിച്ചറിവ് അയാളുടെ ആ ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും
അയാളെ പിന്മാറ്റി. ബാലൻ വല്ലാതെ തകർന്നു. മരിക്കാനും വയ്യ, ജീവിക്കാനും വയ്യാത്ത അവസ്ഥ. പിന്നെ ഒരു 3 വർഷം കൂടി ബാലൻ്റെ അമ്മ ജീവിച്ചിരുന്നു. പിന്നെ ആ അമ്മയും മരിച്ചു. ആദ്യമൊക്കെ ജീവിതത്തോട് വളരെ വിരക്തി തോന്നിയ ബാലൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അയാൾ പുസ്തകങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ അയാൾ യാത്രകൾ പോയി. അങ്ങനെ അയാൾ പതിയെ പതിയെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ആ വീട്ടിൽ ബാലൻ മാത്രം, കൂടെ കുറച്ച് പക്ഷി മൃഗാദികളും. അങ്ങനെ ഇരിക്കെ ബാലൻ്റെ വീടിനടുത്ത് ഒരു സ്ത്രീയും പുരുഷനും താമസത്തിന് വന്നു. അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. പക്ഷെ അവർ നാട്ടുകാരോടായി പറഞ്ഞിരുന്നത് അവർ ആങ്ങളെയും പെങ്ങളുമായിരുന്നു എന്നാണ്. നാട്ടുകാരെ പറ്റിച്ച് പൈസ തട്ടുന്ന ഒരു സംഘമായിരുന്നു അവർ. തൊട്ട അയൽവാസിയായിരുന്ന ബാലൻ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണെന്ന് നാട്ടുകാരോടെല്ലാം തിരക്കി ഭർത്താവായ ഗിരീശൻ അറിഞ്ഞു. ഗിരീശനും ഭാര്യയും അയാളെ ടാർഗറ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. അതിനായി ഗിരീശൻ സ്വന്തം ഭാര്യയായ സ്മിതയോട് പറയുന്നു ബാലനെ പ്രണയിക്കുന്നത് പോലെ അഭിനയിക്കാൻ. സ്മിതയ്ക്ക് അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഗിരീശന്റെ നിർബന്ധപ്രകാരം സ്മിത അതിന് സമ്മതിക്കേണ്ടി വന്നു. 2-3 മാസം കൊണ്ട് തന്നെ സ്മിത ബാലന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആദ്യമൊക്കെ ഓരോരോ ആവശ്യങ്ങൾ ചോദിച്ച് സ്മിത ബാലന്റെ വീട്ടിലേക്ക് പോയി. ബാലന്റെ വീട്ടിൽ ആരുമില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ സ്മിത കുറച്ച് കറികളും സാധനങ്ങളും ഒക്കെ ബാലന് കൊണ്ടുകൊടുക്കാൻ തുടങ്ങി. പലവട്ടം ബാലൻ അത് നിഷേധിച്ചുവെങ്കിലും സ്മിത നിർബന്ധിച്ച് ബാലനെ കൊണ്ട് അത് മേടിപ്പിച്ചു. സ്മിത തൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ബാലനോട് പറയാൻ തുടങ്ങി. വലിയ ഒരു കള്ളക്കഥ. ആ കഥ ഇങ്ങനെയായിരുന്നു. സ്മിതയുടെ അച്ഛനും അമ്മയും സ്മിതയുടെ സഹോദരൻ ഗിരീശന്റെയും സ്മിതയുടെയും ചെറുപ്പകാലത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു. പിന്നെ എല്ലാം നോക്കി നടത്തിയത് ജ്യേഷ്ഠനായ ഗിരീശനായിരുന്നു. ഗിരീശൻ ഒരു വിവാഹം പോലും കഴിക്കാത്തത് സ്മിതയെ ഓർത്തിട്ടാണ്. തനിക്ക് ഒരു നല്ല ജീവിതം കിട്ടാതെ ഗിരീശൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഈ കഥകളെല്ലാം ബാലൻ വിശ്വസിക്കുകയും ചെയ്തു. ബാലനോട് വളരെ അടുത്ത സ്മിത ബാലന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ബാലന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ബാലന്റെ ബലഹീനതകൾ, അങ്ങനെ എല്ലാം അവൾ മനസ്സിലാക്കുന്നു. ഒരിക്കൽ ബാലനോട് സ്മിത ചോദിക്കുന്നു തന്നെ വിവാഹം കഴിക്കാമോ എന്ന്. ബാലൻ അത് കേട്ടതും വലിയ പ്രതിസന്ധിയിലാകുന്നു. തൻ്റെ മനസ്സിൽ നിന്നും തൻ്റെ പ്രിയതമയായ മേരി ഇതുവരെയും പോയിട്ടില്ല. മേരിയുടെ ഓർമ്മകളിൽ കഴിയുന്ന ബാലൻ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. ബാലൻ അങ്ങനെ സ്മിതയോട് കഥയെല്ലാം തുറന്നു പറഞ്ഞു. എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം സ്മിതയ്ക്ക് ബാലനോട് ഒരു ബഹുമാനം തോന്നി. സ്മിതയ്ക്ക് അങ്ങനെ തോന്നാൻ കാരണം തൻ്റെ ഭർത്താവായ ഗിരീശൻ പണത്തിന് വേണ്ടി തന്നെ ഒരു അന്യ പുരുഷന്റെ അടുത്ത് അയച്ചിരിക്കുന്നു. പക്ഷേ ബാലനോ തൻ്റെ പ്രണയിനിയെ നഷ്ടമായ സങ്കടത്തിൽ മറ്റൊരു പെണ്ണിനെ പറ്റി ചിന്തിക്കാൻ പോലും തയ്യാറാകാതെ ജീവിക്കുന്നു. വല്ലാത്തൊരു ബഹുമാനവും സ്നേഹവും സ്മിതയ്ക്ക് ആ മനുഷ്യനോട് തോന്നുന്നു. അന്ന് വീട്ടിലെത്തിയ സ്മിത തൻ്റെ ഭർത്താവായ ഗിരീശനോട് പറയുന്നു തനിക്ക് ഈ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന്. പക്ഷേ ഗിരീശൻ അത് സമ്മതിക്കുന്നു. ഗിരീശൻ സ്മിതയോട് പറയുന്നു നീ ഇനി ആ ബാലനെ കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിയുമ്പോൾ അയാളെ നമുക്ക് തട്ടാം. അതിനുശേഷം അയാളുടെ ലക്ഷക്കണക്കിനുള്ള സ്വത്തുക്കൾ നിന്റെ പേരിലാകും. പിന്നെ അത് വെച്ച് നമുക്ക് സുഖമായി ജീവിക്കാം. ഇതു കേട്ട സ്മിതയ്ക്ക് വളരെ സങ്കടവും ദേഷ്യവും എല്ലാം ഒരുമിച്ച് വന്നു. പല കള്ളത്തരങ്ങളും ഗിരീശനും സ്മിതയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രാവശ്യം സ്മിതയുടെ മനസ്സ് അത് അനുവദിക്കുന്നില്ല. സ്മിത ഗിരീശനോട് വളരെ കർക്കശമായി പറഞ്ഞു തനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന്. ഗിരീശൻ സ്മിതയെ വല്ലാതെ ഉപദ്രവിച്ചു. ഗിരീശൻ സ്മിതയെ അടിച്ച് ഒരു പരുവമാക്കി. താഴെ വീണ് കിടക്കുന്ന സ്മിതയോട് ഗിരീശൻ പറഞ്ഞു ഇത് നീ ചെയ്തില്ലെങ്കിൽ നിന്റെ അസുഖക്കാരനായ അനിയനെ അയാൾ കൊല്ലുമെന്ന്. പല ക്രിമിനൽ കേസിലെയും പ്രതിയായ ഗിരീശൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് സ്മിതയ്ക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു.
അസുഖക്കാരനായ സ്വന്തം അനിയനെ ഓർത്ത് അവൾക്ക് വേറെ മാർഗമില്ലാതെയായി. ഗിരീഷിന്റെ ഭീഷണി സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ സ്മിത പിന്നെയും ബാലന്റെ അരികിലേക്ക് ചെന്നു. സ്മിതയുടെ മുഖത്തെയും കൈകളിലെയും മുറിവുകൾ കണ്ട ബാലൻ സ്മിതയോട് എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ സ്മിത ഒരു കള്ളം പറഞ്ഞു. താൻ ഇന്നലെ പോകുന്ന വഴിക്ക് അവിടെ ഒരു കുഴിയിൽ വീണതാണെന്ന്, സാരമായ പരിക്കൊന്നുമില്ല എന്നും അവൾ ബാലനോട് പറഞ്ഞു. പക്ഷേ സ്മിതയുടെ മുറിവുകൾ കണ്ട ബാലന് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ ബാലൻ ഒരു വണ്ടി വിളിച്ച് സ്മിതയുമായി ഹോസ്പിറ്റലിലേക്ക് പോയി. ബാലന്റെ കരുതലും സ്നേഹവും കണ്ട സ്മിതയ്ക്ക് അറിയാതെ ഉള്ളിൽ ഒരു സ്നേഹം ബാലനോട് തോന്നിപ്പോയി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. രണ്ടുപേരും ഒരുപാട് അടുത്തു. ബാലനോടുള്ള സ്മിതയുടെ സ്നേഹവും പെരുമാറ്റവും എല്ലാം ബാലനും ഇഷ്ടപ്പെട്ടു തുടങ്ങി. ബാലൻ അറിയാതെ തന്നെ സ്മിതയെ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു സമയം എത്തിയപ്പോൾ തൻ്റെ മരിച്ചുപോയ പ്രണയിനി മേരിയെ തന്നെ സ്മിതയിൽ ബാലൻ കണ്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ മേരിയേക്കാൾ ഏറെ സ്മിതയെ ബാലൻ സ്നേഹിക്കാൻ തുടങ്ങി. അത് സ്മിതയ്ക്ക് മനസ്സിലാകാനും തുടങ്ങി. താൻ ഒരു മഹാപാതകമാണ് ചെയ്യുന്നതെന്ന കുറ്റബോധം സ്മിതയെ അലട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ബാലൻ സ്മിതയോട് പറയുന്നു, നമുക്ക് വിവാഹം കഴിക്കാമെന്ന്. ഒരു നിമിഷം സ്മിത എന്ന സ്ത്രീയുടെ ഉള്ളിൽ വളരെ സന്തോഷം തോന്നുന്നു. കാരണം ബാലനെ പോലുള്ള ഒരു പുരുഷൻ തന്നെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു മുൻജന്മ സുഹൃതമാണ്. പക്ഷെ അതേ സമയം തന്നെ താൻ മറ്റൊരാളുടെ ഭാര്യയാണെന്നുള്ള സത്യവും സ്മിത ഓർക്കുന്നു. സ്മിത ബാലനോട് പറയുന്നു, താൻ തന്റെ ജ്യേഷ്ഠനോട് ചോദിച്ചിട്ട് വിവരം അറിയിക്കാമെന്ന്. ഇത് പറഞ്ഞ് സ്മിത വീട്ടിലേക്ക് പോയി. പതിവ് പോലെ തന്നെ ബാലൻ അന്ന് വൈകുന്നേരവും വായനശാലയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ചായക്കടയിൽ കയറി കുശലങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു വരാൻ കുറച്ചു വൈകി. വരുന്ന വഴിക്ക് നല്ല ഇരുട്ടായിരുന്നു. ബാലൻ തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അയൽവക്കത്തെ സ്മിതയുടെ വീട്ടിൽ ലൈറ്റ് കാണുന്നു. അവിടെ എന്തോ വഴക്ക് നടക്കുന്നത് പോലെ ബാലന് തോന്നുന്നു. അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ ബാലൻ അവിടേക്ക് പോയി. വീടിനടുത്തേക്കെത്തിയ ബാലന് അവിടെ നടക്കുന്ന സംഭാഷണം വ്യക്തമായി കേൾക്കാമായിരുന്നു. സ്മിത കരഞ്ഞുകൊണ്ട് ഗിരീഷിനോട് പറയുന്നു, തനിക്ക് ബാലനെ ചതിക്കാനാവില്ല എന്ന്. ഗിരീശൻ വളരെയധികമായി സ്മിതയെ അടിക്കുന്നുമുണ്ട്. അവിടെ നടന്ന സംഭാഷണങ്ങൾ മുഴുവനും ബാലൻ കേട്ടു. ബാലന് ഒരു കാര്യം വ്യക്തമായി, താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. സ്മിതയും ഗിരീശനും ആങ്ങളെയും പെങ്ങളുമല്ല, മറിച്ച് അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. പ്രേമം നടിച്ച് രണ്ടുപേരും കൂടി ബാലനെ വഞ്ചിക്കുകയായിരുന്നു. ആ പരമമായ സത്യം അയാൾ അവിടെ വെച്ച് മനസ്സിലാക്കുന്നു. തൻ്റെ മരിച്ചുപോയ പ്രണയിനിയായ മേരിയുടെ സ്ഥാനത്ത് കണ്ട സ്മിത തന്നെ വഞ്ചിച്ചു എന്നത് ബാലന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ബാലൻ തകർന്ന ഹൃദയത്തോടെ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസമാണ് പുത്തൻപുരയിൽ ബാലന്റെ ആത്മഹത്യ ആ നാടെങ്ങും അറിയുന്നത്. ഈ വാർത്ത കേട്ട സ്മിതയ്ക്ക് കാര്യം മനസ്സിലായി. ബാലനെ താൻ ചതിക്കുകയായിരുന്നെന്നുള്ള വിവരം ബാലൻ എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ മരണത്തിന് കാരണവും അത് തന്നെയാണ്. അവൾക്ക് സമനില തെറ്റി, ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് സ്മിതയും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. ബാലന്റെ കഥ ഞാനിവിടെ പറയാൻ കാരണം, ഇതുപോലുള്ള കപട നാടകക്കാർ നമ്മുടെ ജീവിതത്തിലും വന്നേക്കാം. സ്വന്തം യുക്തി ഉപയോഗിച്ച് അവരെ മാറ്റി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.